നമസ്കാരം. അർജുനെ കാണാതായിട്ട് ഇന്ന് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നു. നീണ്ട 14 ദിവസങ്ങൾ. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏതാണ്ട് അവസാനിക്കുകയാണ് എന്നതാണ് സത്യം. അർജുനെ ഇനി അന്വേഷിക്കാൻ പറ്റില്ല എന്ന് കർണാടക ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം പറഞ്ഞത് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അനിശ്ചിതമായി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നാണ്. ഇന്നേക്ക് 2 ആഴ്ച പിന്നിടുമ്പോൾ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നതിൽ കാര്യമില്ല എന്നും ജീവനോടെ അർജുനെ കണ്ടെത്തുക എന്നത് പോസിബിൾ അല്ല എന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ വെറുതെ ഇങ്ങനെ ചിലവഴിക്കുക സാധ്യമല്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. നമുക്കറിയാം, അർജുനെ കാണാതായിട്ട് 10 ദിവസങ്ങൾ പിന്നിട്ട ഘട്ടത്തിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചാനലുകളും അനാവശ്യമായി തന്നുകൊണ്ടിരുന്നത് ഒരു സ്യൂഡോ ഹോപ്പാണ്. അർജുനെ കേരളത്തിലെ ജനങ്ങൾ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അർജുനെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ ജനവികാരമായി മാറി എന്ന് കണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ വികാരങ്ങളെ കണക്കിലെടുത്ത് മുൻനിര മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്തു. കേരളത്തിലെ അമ്മമാരുടെ മനസ്സിൽ അർജുൻ ഒരു മകനെ പോലെയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ പല മാധ്യമങ്ങളും കപട പ്രതീക്ഷകൾ നൽകി സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിച്ചു. നമുക്കറിയാം, അർജുനായുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഈശ്വർ മൽപ്പ എന്ന ഉടുപ്പി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ധീരമായ തിരച്ചിലുണ്ടായെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. ഈശ്വർ മൽപ്പ തന്നെ ഏതാണ്ട് 100 മീറ്റർ ആദ്യ ദിനം ഒഴുകിപ്പോയത് നമ്മൾ കണ്ടതാണ്. നേവിയാണ് രക്ഷിച്ചെടുത്തത്. എന്നാൽ അവർ പറയുന്നത് തിരച്ചിൽ നടത്തുക എന്നത് ഒരു ദുർഘടം പിടിച്ച പ്രയാസമുള്ള പണിയാണ് എന്നാണ്. ഈശ്വർ മൽപ്പ സംഘത്തിന് പോലും തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ കരയിൽ നിന്ന് 20 മീറ്റർ മാത്രം അകലത്തിലാണ് ലോറി ഉണ്ടായിരുന്നത്. പിന്നീട് അത് 132 മീറ്റർ ആയി. ഇത്തരത്തിൽ ലോറിക്ക് പോലും സ്ഥാനഭ്രംശം വരുന്ന കുത്തൊഴുക്കിൽ ഈശ്വർ മൽപ്പയ്ക്ക് പോലും നിൽക്കുക പ്രയാസമാണ്. ഈ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ കർണാടക സർക്കാർ ഇതൊരു പാഴ്ശ്രമമാണെന്ന് മനസ്സിലാക്കുന്നു. ജില്ലാ ഭരണകൂടം അത് ശരിവെക്കുന്നു. അവർ പറയുന്നു, സംസ്ഥാന വിഭവങ്ങൾ ഇങ്ങനെ ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ല. തിരച്ചിൽ നിർത്തുന്നതിനുള്ള നടപടികളിലേക്ക് അവർ പോകുന്നു. ഇത്രയും ഒഴുക്കിൽ അർജുന്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താനാകുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ലോറി കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ലോറിയിൽ മനുഷ്യ ശരീരമില്ല, മനുഷ്യ സാന്നിധ്യമില്ല എന്ന് തെർമൽ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൃതി വെച്ചുള്ള ഈ അന്വേഷണം വിജയപ്രദമാണോ എന്നതും ഒരു ചോദ്യമാണ്. ഇനിയുള്ള തിരച്ചിൽ മഴ കുറഞ്ഞതിന് ശേഷം, അടിയൊഴുക്കിന് ശമനം വന്നതിന് ശേഷം സുരക്ഷയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. എന്നാൽ കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരണേ എന്ന് തന്നെയാണ്. കേരളത്തിലെ അമ്മമാർ സ്വന്തം മകനെ പോലെ കണ്ട് അർജുനായുള്ള പ്രാർത്ഥനകൾ തുടരുന്നു. ഈ അവസരം കൃത്യമായി തന്നെ പല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്.